നൂറ്റൊന്ന് കോലം കവിത. നൂറ്റൊന്നിലുണ്ടല്ലോ ഈ നൂറ്റാണ്ടിലറിയേണ്ട ഒരു വലിയ സത്യം. പഞ്ചഭൂതങ്ങളാലുള്ള രൂപം പണ്ടങ്ങാണ്ടാരാണ്ടോ തീർത്ത കൽപ്പാന്ത കാവ്യഭാവനാ ദേവി രൂപം. പഞ്ചഭൂതങ്ങളാലുള്ള രൂപം പണ്ടങ്ങാണ്ടാരാണ്ടോ തീർത്ത കൽപ്പാന്ത കാവ്യ ദേവി ഭാവനാരൂപം. നൂറങ്ങരിച്ചാൽ പത്താകിടും, പത്തങ്ങരിച്ചാൽ പൂജ്യമാകും. പൂജ്യത്തിനൊത്തൊരു വൃത്താകൃതി അതിലൊരു മുഖം കൂടി ചേർത്ത് നൂറ്റൊന്നിലാകുമ്പോൾ ഭയങ്കരി ഭദ്രകാളി. കോലം എടുക്കണേൽ ആളുവേണം, ആളങ്ങെടുക്കണേൽ അമ്മയുടെ അനുജ്ഞ വേണം. അനുജ്ഞയ്ക്കു കാവൽ തൊഴുക വേണം, തൊഴുതു വലം വെച്ചു കാണിക്കയും നൽക വേണം. തിരുമുഖം പ്രസാദിക്കുവാൻ ചെമ്പട്ടുടുക്ക വേണം, ചെമ്പട്ടുടുത്തു വലം വെച്ചു ചെഞ്ചോര കുങ്കുമം നെറ്റിയിലിട്ടിട്ട് ചെവിവട്ടം തോർത്തങ്ങു ചുറ്റി നിന്നിടേണം. മല പോലെയുള്ള മനോഹര രൂപത്തെ തൊഴുതു മാനിച്ചങ്ങു നിന്നിടേണം. തലയിലെടുക്കുമ്പോൾ തളരാതെ താഴാതെ തള്ള കനിയണേ കാക്കണേ ചൊല്ലിടേണം. തൻ്റെ ഇടമില്ലാത്തവനായി നിൽക്കുമ്പോൾ താങ്ങായി നിന്നമ്മ താമ്പൂലം പോലെ തമ്പല നടയിലെത്തിച്ചു നിർത്തിടേണം. തൻ്റെ ഇടമില്ലാത്തവനായി നിൽക്കുമ്പോൾ താങ്ങായി നിന്നമ്മ താമ്പൂലം പോലെ തമ്പല നടയിലെത്തിച്ചു നിർത്തിടേണം. തപ്പടി തകിലടി കൂടക്കുരവയും കാണുന്നവർക്കുള്ളിൽ ആനന്ദ നിർവൃതി. പരദേവതാപദം പാടുന്നു അനവധി, അതിലങ്ങു മതിമറന്നടന്തയിലാടുന്നു ഭഗവതി. തപ്പടി തകിലടി കൂടക്കുരവയും കാണുന്നവർക്കുള്ളിൽ ആനന്ദ നിർവൃതി. പരദേവതാപദം പാടുന്നു അനവധി, അതിലങ്ങു മതിമറന്നടന്തയിലാടുന്നു ഭഗവതി. ദക്ഷവൈരി ഈശനോടേ ദൃഷ്ടിയിങ്കൽ പിറന്ന ഭദ്രേ